ഏറ്റവും ധൈര്യം വേണ്ടെന്ന് വയ്ക്കാനാണ്. ഏറ്റവും വലിയ തിരിച്ചറിവ് എന്നും തനിച്ചായിരിക്കും എന്ന ബോധ്യമാണ്. ഏറ്റവും വലിയ കഴിവ് ഒറ്റയ്ക്ക് നടക്കാൻ കെൽപ്പുണ്ടാവുക എന്നതാണ്. ഉള്ളറിഞ്ഞ് കരഞ്ഞവരൊക്കെയും ഉയർത്തെഴുന്നേറ്റ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ മാറി നിൽക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അവിടെ നമ്മൾ വെറും കോമാളികൾ ആയിപ്പോകും. സ്വന്തം കാര്യം ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി തീരുന്നത്. ജീവിതത്തിൽ നമ്മെ തളർത്താൻ ശ്രമിച്ചവരെ നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല, പകരം വിജയം കൊണ്ടാണ് നേരിടേണ്ടത്. സ്നേഹത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. ആർക്ക് അത് അമിതമായി നൽകുന്നുവോ അവരാൽ തന്നെ നമ്മൾ അവഗണിക്കപ്പെടും എന്നത്. നിങ്ങളെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒരാളെ പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ആലോചിക്കേണ്ടത് അയാൾ എത്ര മണ്ടനാണ് എന്നല്ല, അയാൾ നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നാണ്. ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കാത്തത് പിന്നീട് എത്ര പ്രാവശ്യം ലഭിച്ചാലും സന്തോഷമുണ്ടാവില്ല, അത് സ്നേഹമായാലും. ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിരുന്നാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എന്താണോ പറ്റുന്നത് അത് ചെയ്തു തുടങ്ങുക. ചിലർ അങ്ങനെയാണ്. വന്നു പോകുന്ന സമയം ചെറുതാണെങ്കിലും തന്നു പോകുന്ന ഓർമ്മകൾ വലുതായിരിക്കും. നീ ഒരാളെ ചതിച്ചാൽ നീ മറ്റൊരാൾ വഴി ചതിയിൽപ്പെടും. നീ കാരണം ഒരാൾ കരഞ്ഞാൽ വേറൊരാൾ കാരണമായി നീ കരയും. നീ കാരണം ഒരാൾക്ക് സന്തോഷിക്കാൻ ഇടവന്നാൽ ഒരുപാട് പേർ നിനക്ക് സന്തോഷം നൽകാൻ നീ പോലും അറിയാതെ ഉണ്ടാകും. സ്വന്തം വില കളഞ്ഞ് ഒരാളെ സ്നേഹിക്കുമ്പോൾ അവർക്ക് നാം വെറും കോമാളി ആയി തോന്നും. അതുകൊണ്ട് സ്നേഹത്തിന് മുന്നിലാണെങ്കിൽ പോലും ആത്മാഭിമാനം പണയം വയ്ക്കരുത്. എത്ര തവണ വഞ്ചിക്കപ്പെട്ടു എന്നതിന് അത്ര തവണ വീണ്ടും വിശ്വസിച്ചു എന്നുകൂടി അർത്ഥമുണ്ട്. സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കരുത്. അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും, നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ കാര്യമാണ്. അത് തരുന്നവരെ നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥമായി ചേർത്തു പിടിക്കുക. കോപത്തിലും സ്നേഹത്തിലും അതിരു കവിയരുത്. ശത്രു ഒരു നാൾ മിത്രവും മിത്രം ഒരു നാൾ ശത്രുവും ആയേക്കാം. എല്ലാ മനുഷ്യർക്കും രണ്ട് കഥകളുണ്ടാകും. ഒന്ന് അയാൾ ജീവിക്കുന്ന കഥ, മറ്റൊന്ന് അയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ. കൊതിച്ച ജീവിതത്തെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉറക്കിക്കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും. നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നവർക്കാണ് പലപ്പോഴും നമ്മെ ഏറ്റവും നന്നായി ചതിക്കാൻ കഴിയുന്നത്. കാരണം നമ്മുടെ ദൗർബല്യങ്ങളുടെ താക്കോൽ അവരിൽ ഭദ്രമാണ്. കടപ്പാടും കഷ്ടപ്പാടും തീർന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. ജീവിക്കാൻ മറന്നുപോകും. സ്ഥാനമില്ലെന്നറിയുമ്പോൾ അവിടെ നിന്നും മൗനമായി പിന്മാറണം. അത് ബന്ധങ്ങളിൽ നിന്നായാലും സൗഹൃദങ്ങളിൽ നിന്നായാലും. നമുക്കാരുണ്ട് ഈ ലോകത്ത് എന്ന് ചിന്തിച്ച് വിഷമിക്കാതെ നമ്മെ വിശ്വസിച്ച് ആരൊക്കെയുണ്ട് എന്ന് ചിന്തിച്ചാൽ ജീവിതം അർത്ഥമുള്ളതാകും. കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ടെന്ന് മറന്നു പോകരുത്. അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്ക് ഒരു ഭാരമായി മാറുന്നു. നിങ്ങൾ പരിശ്രമിച്ചിട്ട് തോറ്റാൽ അത് നിങ്ങളുടെ തെറ്റല്ല. എന്നാൽ പരിശ്രമം ഇല്ലാതെ തോറ്റാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. നമ്മളെ തളർത്തുന്നവരും വളർത്തുന്നവരും നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകും. പക്ഷെ അത് നാം തിരിച്ചറിയുന്നത് ഏറെ വൈകിയായിരിക്കും. അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത്. നിങ്ങൾ ശരിയായി ജീവിതത്തെ ഗൗനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർഹമായതെല്ലാം ജീവിതം നൽകും. ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന അമ്പ് പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും.
നമ്മുടെ പുരോഗതിയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്.